പ്രിയമുള്ളവരെ, ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ദിവിജ ടീച്ചറുടെ താച്ചി എന്ന കഥാസമാഹാരമാണ് ഇവിടെ പ്രകാശിതമാവുന്നത്. സാംസ്കാരിക കേരളത്തിന് നിയമസഭ തുറന്നുകൊടുത്ത സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രസാധകരുടെയും എഴുത്തുകാരുടെയും വായനക്കാരുടെയും താവളമാക്കി 7 ദിവസത്തേക്ക് ഈ നിയമസഭ തുറന്നുകൊടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ AM ഷംസീറാണ് നമ്മളുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സ്പീക്കറെ ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട TVR ഈ വേദിയിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഈ പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എഴുത്തുകാരനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള ഷിജു ഏലിയാസ് ഈ വേദിയിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നോവലിസ്റ്റ് സന്ധ്യ ഭാസ്കരനാണ്. സന്ധ്യ ഭാസ്കരൻ്റെ ജഗ്രിയ എന്ന നോവൽ നാളെ ഈ വേദിയിൽ പ്രകാശിതമാവും. സന്ധ്യ ഭാസ്കരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരി ദിവിജ ടീച്ചർ ഈ വേദിയിലുണ്ട്. ദിവിജ ടീച്ചറെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം നടത്തുന്നതിലേക്കും സംസാരിക്കുന്നതിലേക്കും വേണ്ടി കേരളത്തിൻ്റെ ബഹുമാനനായിട്ടുള്ള സ്പീക്കറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ TV രാജേഷ്, വിൻസെൻ്റ്, കഥാകൃത്ത് ദിവിജ, മറ്റ് വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശ്രീമതി ദിവിജയുടെ NSS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായ ദിവിജയുടെ 13 കഥകളുടെ സമാഹാരമാണ് താച്ചി. 13 കഥകളുടെ സമാഹാരമായ താച്ചി എന്ന ഈ പുസ്തകം നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടിയാണ് ഞാനിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലെ സവിശേഷമായ ഭാഷാപ്രയോഗമാണ് താച്ചി. അതോടൊപ്പം തന്നെ പ്രാദേശികമായ കുറേ കൊളോക്കിയൽ പദങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകമാണ് ശ്രീമതി ദിവിജ അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത്. ദിവിജ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറും ഒപ്പം സാംസ്കാരിക സാഹിത്യ രംഗത്തെ ഉദിച്ചു വരുന്ന ഒരു കഥാകാരി കൂടിയാണ്. ദിവിജയുടെ ആദ്യത്തെ കഥാസമാഹാരം തന്നെയാണ് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് ഇവിടെ പബ്ലിഷ് ചെയ്തതും ഡോക്ടർ പ്രസീദ് ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ കോപ്പി ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആദ്യമായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പ്രകാശനം നടത്തുന്ന ആൾക്ക് പറയേണ്ട ഉത്തരവാദിത്വമില്ല. അത് പുസ്തകം പരിചയപ്പെടുത്തുകയോ അതുപോലുള്ള കാര്യമോ ചെയ്യേണ്ട ആളാണ് ഇവിടെ പറയേണ്ടത്. ദിവിജയുമായി ദീർഘകാലത്തെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ദിവിജ NSS കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ വ്യക്തിപരമായി ദിവിജയുടെ കുടുംബവുമായി എനിക്ക് ബന്ധമുണ്ട്. ദിവിജയുടെ ഭർത്താവ് ഞങ്ങളൊക്കെയായി, ദിലീപ്, ദീർഘകാലമായി ഞങ്ങളൊക്കെയായി ബന്ധമുള്ള ആളാണ്. വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് ഒന്നിച്ച് പ്രവർത്തിച്ച അനുഭവം ദിവിജയുടെ ഭർത്താവുമായുണ്ട്.
യഥാർത്ഥത്തിൽ ആ ഒരു ബന്ധമാണ് എന്നെ ഈ ചടങ്ങിൽ എത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സുദീർഘമായൊരു പ്രസംഗത്തിന് പ്രസക്തിയുള്ള കാലഭാഗമല്ല എന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെ ആസ്വാദകരമായ കഥയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന കഥകളൊക്കെ തന്നെ നമുക്ക് പരിചിതമായ പല കഥകളുമാണ് ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത്. കടാവർ എന്ന വാക്ക് നമുക്ക് പരിചിതമാണ്. മരിച്ച ശരീരത്തെക്കുറിച്ചാണ് കടാവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ലൈംഗിക തൊഴിലാളിക്ക് ലോകത്തോട് പറയാനുള്ളത്, തീർച്ചയായും ലൈംഗിക തൊഴിലാളികളെക്കുറിച്ച് നമ്മൾ സമീപിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കും. അവരുടെ ഭാഗം പലപ്പോഴും നാം കേൾക്കാൻ തയ്യാറാവാറുമില്ല. ദിവിജ ഈ കഥയിലൂടെ ആ ഭാഗവും പറയാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതുപോലെ നിരവധി കഥകൾ, ചെറുകഥകൾ ഇതിലൂടെ ദിവ്യ പറഞ്ഞിട്ടുണ്ട്. താച്ചി എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. താച്ചി എന്ന പേര് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഇതിൻ്റെ എഡിറ്ററാണ് പറയേണ്ടത്. സാധാരണ ഒരു പുസ്തകം എഡിറ്റ് ചെയ്യുമ്പം അതിൻ്റെ എഡിറ്ററാണ് പുസ്തകത്തിന് പേരിടുന്നത്. പലപ്പോഴും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കും. ടി പത്മനാഭൻ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് ഞാനായിരുന്നു. പപ്പേട്ടൻ്റെ പുസ്തകം ഇതുപോലൊരു കഥാസമാഹാരമായിരുന്നു. ആ കഥാസമാഹാരത്തിൽ ഒരു കഥ മാത്രമായിരുന്നു കരുവന്നൂർ. പക്ഷേ പുസ്തകത്തിന് ഇട്ടിരിക്കുന്ന പേര് കരുവന്നൂർ എന്നാണ്. കാരണം കരുവന്നൂർ എല്ലാവർക്കും പരിചിതമായ ഭാഗമാണ്. അതുപോലെ താച്ചി എന്ന വാക്കും ആ അർത്ഥത്തിൽ നമുക്ക് പരിചിതമായ വാക്ക് തന്നെയാണ്. സുദീർഘം ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ശ്രീമതി ദിവിജ ടീച്ചറുടെ താച്ചി എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ടി വി രാജേഷ് അവർ ക്ഷണിക്കുകയാണ്. പാലക്കാട് അകത്തേത്തറ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ദിവിജയുടെ ആദ്യ കഥാസമാഹാരം പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, വേദിയിലുള്ള ബഹുമാന്യരെ, ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാർ, കണ്ണൂർക്കാരിയായിട്ടുള്ള ദിവിജ കണ്ണൂർ ഭാഷയിൽ പുതിയ ശൈലിയിൽ ഒരു പുതിയ കഥാസമാഹാരം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കഥാസമാഹാരം തീർച്ചയായിട്ടും ഒരു തുടക്കം മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇനിയും നല്ല സൃഷ്ടികൾ അവരുടെ കൈപ്പടയിൽ പിറവിയെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയ എഴുത്തുകാരി ശ്രീ സന്ധ്യ ഭാസ്കർ. പ്രിയപ്പെട്ടവരെ, സ്നേഹിത ദിവിജ ടീച്ചറുടെ താച്ചി എന്ന കഥാസമാഹാരമാണ് പ്രകാശിതമായിരിക്കുന്നത്. വായിച്ചതിൽ എന്നെ ഏറെ വേദനിപ്പിക്കുകയും ഒരളവ് വരെ രോഷം കൊള്ളിക്കുകയും ചെയ്ത ഒരു കഥയാണ് ഒരു ലൈംഗിക തൊഴിലാളിക്ക് ലോകത്തോട് പറയുവാനുള്ളത് എന്നത്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ചിന്തിപ്പിക്കുന്ന കഥാവതരണവും ഈ കഥയെ വേറിട്ടതാക്കുന്നു. ഒരു ലൈംഗിക തൊഴിലാളിക്ക് ലോകത്തോട് പറയുവാനുള്ളത് എന്തെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവസാന ശ്വാസമെടുത്ത് പൂർണ്ണാബായി ആയത്തിൽ ധൂ എന്ന് ആട്ടിത്തുപ്പുന്നുണ്ട്. അത് വന്ന് വീണത് ക്യാമറ ലെൻസിൽ മാത്രമല്ല, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ആകെ മുഖത്താണ്. ചിന്തകളെ ശക്തിയായി പിടിച്ചു കുലുക്കുന്ന കഥകളാണ് താച്ചി എന്ന കഥാസമാഹാരത്തിലുള്ളത്. താച്ചി വായിക്കപ്പെടണം, ചർച്ച ചെയ്യപ്പെടണം. എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി ശ്രീ ഷിജു ഏലിയാസ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമതി ദിവിജയുടെ ആദ്യ കഥാസമാഹാരമായിട്ടുള്ള താച്ചി എന്നീ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. ഒരു പുതിയ എഴുത്തുകാരി സാഹിത്യ സംവാദ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പുതിയ ശൈലികളും പുതിയ ജീവിതാനുഭവങ്ങളുമാണ് വായനക്കാർക്ക് കിട്ടുന്നത്.
മുമ്പൊക്കെ ഒരാളൊരു സിനിമ കണ്ടു എന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥ എന്താണ്, ചുരുക്കം എന്താണ് എന്ന് ചോദിക്കും. ഒരാളൊരു കഥയോ നോവലോ വായിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥാസാരം എന്താണ് എന്ന് ചോദിക്കും. അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോവുകയും ഒരു ചെറുകഥ അതിലും ചുരുക്കി പറയാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിന്നറിയാം, മലയാളത്തിൽ ഒരേ അർത്ഥത്തിൽ ഒരു 100 വാക്കുകൾ ഉണ്ടാവും. അത് കേരളത്തിൻ്റെ 100 ഭാഗങ്ങളിൽ സംസാരിക്കപ്പെടുന്ന വാക്കുകളായിരിക്കും. അത് ഓരോ വാക്കും ഓരോ തനത് ശൈലിയും ഓരോ പ്രദേശത്തിൻ്റെയും ജീവിതവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ സവിശേഷതകളും ആവിഷ്കരിക്കുന്നതായിരിക്കും. നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഇന്ന് വളരെ കൃത്യമായ ധാരണയുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൽ സാങ്കേതികമായ വികാസത്തിൻ്റെ, നമ്മൾ സാധാരണ പറയുന്ന ഒരു ഭാഷാ ശൈലി ഉപയോഗിച്ച് പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലത്ത് ഒരൊറ്റ മലയാളം മാത്രം ശരിയായി തീരുകയും ബാക്കി എല്ലാ മലയാളവും തെറ്റായി മാറുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയും. ഒരു പ്രത്യേക രീതിയിൽ ചില വാക്കുകൾ നല്ല വാക്കുകൾ, ചില വാക്കുകൾ മോശം വാക്കുകൾ എന്ന് പറയുകയും വാക്കുകളുടെ കാര്യത്തിലും ശൈലികളുടെ കാര്യത്തിലും നമ്മൾ അറിയാതെ ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഭാഷാ ശൈലി ഭേദങ്ങളും ഇല്ലാതായി തീരുകയും ഒരു പ്രത്യേകമായ മൗൾഡിൽ തയ്യാറാക്കപ്പെട്ട ഒന്നായി മലയാള ഭാഷ മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനെതിരായ അതിശക്തമായ പ്രതിരോധങ്ങളാണ് ഇന്ന് കഥയുടെ ലോകത്ത്, സാഹിത്യത്തിൻ്റെ ലോകത്ത്, സിനിമയുടെ ലോകത്തടക്കം നടക്കുന്നത്. ഇത് ചെയ്യുന്നത് ഒരിക്കലും സാഹിത്യത്തിലോ കലയിലോ സിനിമയിലോ ലബ്ധപ്രതിഷ്ഠരായ ആളുകളല്ല. ഏറ്റവും മുതിർന്ന എഴുത്തുകാരിൽ നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അവർ ഒരു 25 വർഷം അല്ലെങ്കിൽ 30 വർഷം, പലരും ഒരു പക്ഷേ 50 വർഷം മുൻപ് പഠിച്ച ഒരു കാര്യം അത് ശരിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും സീനിയറായ സിനിമ നിർമ്മാതാക്കളിൽ നിന്ന്, സിനിമാ സംവിധായകരിൽ നമുക്ക് പുതിയതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷെ പുതിയൊരു എഴുത്തുകാരൻ വരുമ്പോൾ, പുതിയൊരു എഴുത്തുകാരി വരുമ്പോൾ, പുതിയൊരു സിനിമാ പ്രവർത്തകൻ വരുമ്പോൾ അതുവരെ നമ്മുടെ സാഹിത്യ സംവാദ മണ്ഡലത്തിന് അല്ലെങ്കിൽ കലാരംഗത്തിന് പരിചയമില്ലാതിരുന്ന അനുഭവങ്ങളും അഭിരുചികളും ഭാഷാഭേദങ്ങളും എല്ലാം നമ്മുടെ അനുഭവത്തിലേക്ക്, നമ്മുടെ വായനാ മണ്ഡലത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ അർത്ഥത്തിലാണ് പുതിയ ഓരോ കഥാകൃത്തിൻ്റെയും രംഗപ്രവേശത്തെ, ഓരോ സാഹിത്യകാരൻ്റെയും ഓരോ സാഹിത്യകാരിയുടെയും രംഗപ്രവേശത്തെ ഞാൻ കാണുന്നത്. ഇത് ഈ അർത്ഥത്തിൽ തനിക്ക് ഏറ്റവും പരിചിതമായ ഒരു പ്രദേശത്തിൻ്റെ ഭാഷയും ശൈലിയും വളരെ കൃത്യമായി ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഉള്ള രചനകൾ ഓരോ പ്രദേശത്തു നിന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ഏതാനും പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇത്തരത്തിലുള്ള ശൈലികൾ നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് പോലും നമുക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. അതിലൂടെ ആ ഒരു പ്രക്രിയയിലൂടെ ദരിദ്രമായി തീരുന്നത് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ ഭാഷയാണ്, നമ്മുടെ സാഹിത്യമാണ്. ഇതിൻ്റെ ഒരു പ്രതിരോധം ഈ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകളുടെ, നഷ്ടപ്പെട്ടു പോകുന്ന ശൈലികളുടെ ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നം പുതിയ എഴുത്തുകാർ നടക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ പുതിയൊരു കാലത്തിൻ്റെ പ്രവണത എന്ന നിലയിൽ എല്ലാത്തിനെയും ഒരേ മൗൾഡിലിട്ട് വാർക്കുന്ന പുതിയ കാലത്തെ പ്രവണതകളോടുള്ള സ്വയം അറിയാത്ത ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ തനിക്ക് ഏറ്റവും പരിചിതമായ പ്രദേശത്തിൻ്റെ ഭാഷയും ശൈലിയും എല്ലാം ഭംഗിയായി, വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചനയാണ് ഇത്. ഇത് കൂടുതലായിട്ട് വായിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് ആണ്. പുതിയ എഴുത്തുകാരെ കണ്ടെത്തുന്നതും ഏറ്റവും അർഹതയുള്ള, ഏറ്റവും കാമ്പുള്ള രചനകൾ പുതിയ എഴുത്തുകാരിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്നതിനും പ്രത്യേകമായ താല്പര്യമെടുക്കുന്ന ഒരു പ്രസാധക സ്ഥാപനം എന്ന നിലയിൽ ഗ്രീൻ ലൈൻ പബ്ലിഷേഴ്സ് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. ഇത് പ്രസിദ്ധീകരിച്ച ഗ്രീൻ ലൈൻ പബ്ലിഷേഴ്സിനെ ഞാൻ ആ അർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ്. പുതിയ ഒരു കഥാസമാഹാരത്തിലൂടെ, പുതിയ എഴുത്തുകാരി എന്ന് ഞാൻ പറഞ്ഞത് അവർ പുതിയതായി എഴുതി തുടങ്ങിയെന്ന അർത്ഥത്തിലായിരിക്കില്ല. ഒരു കഥാസമാഹാരം പുറത്തു വരുമ്പോൾ മാത്രമല്ല ഒരു പുതിയ എഴുത്തുകാരി ഉണ്ടാകുന്നത്. അതിന് എത്രയോ മുൻപേ എഴുതിയ കഥകളായിരിക്കും ഈ സമാഹാരത്തിൽ സമാഹരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. എന്നാലും ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തുന്ന നിമിഷം ഇതാണ് എന്ന അർത്ഥത്തിലാണ് ഒരു പുതിയ കഥാകാരി ജനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. മലയാള കഥാലോകത്ത് ഇനിയും കൂടുതൽ സംഭാവനകൾ നൽകാനും കൂടുതൽ ഗംഭീരമായ രചനകൾ നിർവഹിക്കാനും ദിവിജയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്നുള്ള എൻ്റെ ആഗ്രഹം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഈ പുസ്തക രചനയുടെ വഴികളിൽ അനുഭവിച്ച കാര്യങ്ങളും എഴുത്തിൻ്റെ വഴികളും ദിവ്യ ടീച്ചർ നമ്മളോട് പങ്കുവയ്ക്കും. ദിവ്യ ടീച്ചറെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എത്രയും പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിമിഷം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടുള്ളതല്ല. ഇങ്ങനെയൊരു വേദിയിൽ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ വരാൻ കഴിയും എന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്ത് എൻ്റെ ഒരു സന്തോഷം എന്നതിലപ്പുറം അത് അംഗീകരിക്കപ്പെടുമെന്നോ വായിക്കപ്പെടുമെന്നോ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അവതരിക്കപ്പെടുമെന്നോ ഒന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തതാണ്. മനസ്സിൻ്റെ ചിപ്പിയിൽ അടച്ച് ഒരു മുത്താക്കി സൂക്ഷിക്കാൻ വേണ്ടി ഒരു മഴത്തുള്ളി കിട്ടിയതുപോലെയാണ് ഈ ഒരു നിമിഷം എനിക്ക് അനുഭവപ്പെടുന്നത്. എൻ്റെ ആദ്യത്തെ പുസ്തകം നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട ഷംസീർ ക പ്രകാശനം ചെയ്തു. രാജേഷ് സാറും സന്ധ്യമാമും അത് ഏറ്റുവാങ്ങി. ഷിജു എലിയസ് സാർ ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ്. ഇതിവിടെ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സത്താർക്ക ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു വേദി വരെ എത്തിച്ചേരാൻ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും സ്നേഹവും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥന്മാർ മുതൽ എഴുതാൻ കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് പ്രോത്സാഹിപ്പിച്ച എൻ്റെ അച്ഛൻ മുതൽ എൻ്റെ കൂട്ടുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, എണ്ണിപ്പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ സമയപരിമിതി അത് അനുവദിക്കുന്നില്ല. എങ്കിലും ഈ നിമിഷം എൻ്റെ മനസ്സിൽ ഓരോരുത്തരുടെയും മുഖമുണ്ട്. എന്നെ ഇവിടെ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് സ്നേഹങ്ങളുടെ മുഖമുണ്ട്. എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ എഴുതുന്നത്, ഈ എഴുതിയത് കൊണ്ട് എന്താ കാര്യം? ആ ചോദ്യവും പലപ്പോഴും കേട്ടിട്ടുണ്ട്. അന്ന് എനിക്കതിൻ്റെ ഉത്തരം എൻ്റെ ഒരു സന്തോഷത്തിന് എന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഞാൻ എഴുതിയിരുന്നതും അതിനു വേണ്ടി തന്നെയായിരുന്നു, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഈ നിമിഷം ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു അടയാളപ്പെടുത്തലാണ്. കവി രാമചന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ, ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ദിവിജ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനെ താച്ചി അടയാളപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ ചുവടുവെപ്പാണ്. ഇത് ഉറപ്പിച്ച് വെക്കാൻ സാധിച്ചാൽ മാത്രമേ ഇനിയൊരു ചൂട് വെക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാവുകയുള്ളൂ. അതിനുള്ള പ്രോത്സാഹനം ഓരോരുത്തരും തരുമെന്ന് പ്രാർത്ഥിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ താച്ചിയെ ഇത്രയും സുന്ദരമായി ഒരുക്കി ഇറക്കിയ ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിനും പ്രിയപ്പെട്ട വിൻസെൻ്റ് മാഷിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം, ഇന്ന് അവിടെ സ്റ്റാളിൽ എൻ്റെ പുസ്തകം കണ്ടപ്പോൾ സത്യം എനിക്ക് കണ്ണു നിറഞ്ഞു പോയി. എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു അത്, അങ്ങനെ ഒരു സ്റ്റാളിൽ എൻ്റെ പുസ്തകം കാണുക എന്നുള്ളത്. അതിനുള്ള കടപ്പാട് എനിക്ക് വിൻസെൻ്റ് മാഷിനോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. സത്താർക്കയോടും ഒരുപാട് സന്തോഷം. ഒപ്പം തന്നെ എൻ്റെ ഒരു സ്നേഹ നിമിഷത്തിന്, സന്തോഷ നിമിഷത്തിന് കൂട്ടായി വന്നു ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലപ്പുറം നന്ദിയും സ്നേഹവും കടപ്പാടും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ പുസ്തകോത്സവത്തിന് ശേഷം ഒരു ദിവസം എൻ്റെ സുഹൃത്തും ദിവ്യ ടീച്ചറുടെ ഹസ്ബൻഡുമായിട്ടുള്ള അഡ്വക്കേറ്റ് ദിലീപ്, പ്രിയ സുഹൃത്ത് സത്താറും എന്നെ സമീപിച്ചു. ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, പറ്റുമെങ്കിൽ അത് പ്രസിദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മളത് വായിച്ചു നോക്കുകയും ദിവ്യ ടീച്ചറുടെ നമ്പറിൽ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാം, അത് പ്രസിദ്ധീകരിക്കുന്നതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് എന്താവണം എന്നുള്ളൊരു ചർച്ച ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, മാഷത് തീരുമാനിച്ചു, അതിലെ ഏതെങ്കിലും ഒരു കഥയുടെ പേര് നിശ്ചയിച്ചാൽ മതിയാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് താച്ചി എന്നുള്ള പേര് സ്വീകരിച്ചാൽ ടീച്ചർക്ക് എതിരഭിപ്രായമുണ്ടോ? അപ്പോൾ ടീച്ചർ പറഞ്ഞ്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കഥയാണത്. താച്ചി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ മുത്തശ്ശിയെ വിളിക്കുന്ന ഒരു കൊളോക്കിയൽ പദമാണ്. അപ്പോൾ അതിടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ കഥയിലെ ഈ താച്ചി എന്ന കഥാപാത്രം കൊച്ചുമകളുടെ വരവും കാത്ത് ഇരിക്കുന്ന വൃദ്ധയായിട്ടുള്ള കുറച്ച് മിസ്റ്റിക് സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണ്.
ആ കഥാപാത്രം നമ്മളെ ഏവരെയും ആകർഷിക്കും. വായനയിൽ നമുക്ക് എപ്പോഴും കൂടെ കൂട്ടാവുന്ന ഒരു കഥാപാത്രമായി എനിക്ക് അനുഭവപ്പെട്ടത് കൊണ്ടുകൂടിയാണ് നമ്മൾ ആ പേര് ഈ പുസ്തകത്തിനിട്ടത്. ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ കൺസൾട്ടിംഗ് എഡിറ്ററായിട്ടുള്ള ശ്രീ ഷിജു ഏലിയാസും ഈ പേര് നിർണ്ണയിക്കുന്നതിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും താച്ചി മലയാള ചെറുകഥാ സാഹിത്യത്തിൽ ഒരു പുതിയ അനുഭവമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ട വായനക്കാർ താച്ചി ഹൃദയപൂർവ്വം സ്വീകരിക്കണമെന്നും ദിവ്യ ടീച്ചറെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ചടങ്ങിന് ഗ്രീൻ ലൈനെ ഇവിടെ പ്രാപ്തമാക്കിയത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറാണ്. കഴിഞ്ഞ 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനെ കേരള നിയമസഭാ അങ്കണം എഴുത്തുകാർക്കും പ്രസാധകർക്കും വായനക്കാർക്കുമായി തുറന്നു കൊടുത്തിട്ട്. വിപ്ലവകരമായൊരു മാറ്റമാണ്. എല്ലാ കാലത്തേക്കും തുടർന്നു പോകാവുന്ന ഏറ്റവും നല്ല സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിൽ ആണ് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻ ഈ KLIBF-നെ നോക്കിക്കാണുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ശ്രീ സക്കീർ ഹുസൈനുണ്ട്, സത്താറുണ്ട്, അഡ്വക്കേറ്റ് ദിലീപുണ്ട്, പേരെടുത്ത് പറയാം അശ്വതിയുണ്ട്, ഷീജ മാറോളിയുണ്ട്, തുടങ്ങി ഈ സദസ്സിലിരിക്കുന്ന ഏറ്റവും അടുപ്പമുള്ള എല്ലാവരെയും ഈ ചടങ്ങിൽ വന്നതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം നിർവഹിച്ച പ്രിയപ്പെട്ട നിയമസഭാ സ്പീക്കർക്കും ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻ്റെ നന്ദി അറിയിക്കുന്നു. ശ്രീ TV രാജേഷിന് നന്ദി അറിയിക്കുന്നു. ഷിജു ഏലിയാസിന്, സന്ധ്യാഭാസ്കരനും ഈ എഴുത്തുകാരിക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ഈ പരിപാടിയിൽ നടത്തുന്നതിന് മുൻകൈയെടുക്കുന്ന നിയമസഭാ ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ പുസ്തകങ്ങളുമായി ഗ്രീൻ ലൈൻ ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഉണ്ടാകും എന്നുകൂടി അറിയിക്കുന്നു. B99 എന്ന സ്റ്റാളിൽ താച്ചി ലഭ്യമാണ്. എല്ലാവരും വാങ്ങി ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിനെയും എഴുത്തുകാരി ദിവ്യ ടീച്ചറെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി ഇവിടെ പൂർണ്ണമായതായി അറിയിക്കുന്നു.